കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും വീണ്ടും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നതായ വിഷയം, യേശു ക്രിസ്തു പുത്രൻ മാത്രമാണെന്ന് വിശ്വസിച്ചാൽ വരാൻ പോകുന്ന തകരാറ്. അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട്, പുത്രൻ മാത്രം ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പുത്രനാണോ എന്ന് ചോദിച്ചാൽ പുത്രൻ തന്നെയാണ്. എന്നാൽ പുത്രൻ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പുത്രൻ മാത്രമായിട്ട് വിശുദ്ധ ബൈബിൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ പുത്രൻ എന്നുള്ളത് അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നു, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നു, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നു, മനുഷ്യപുത്രൻ എന്ന് പറയുന്നു, ദൈവപുത്രൻ എന്നും പറയുന്നു. അപ്പൊ ഈ മനുഷ്യപുത്രൻ എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ബൈബിൾ ഭാഷ്യം കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. ദൈവത്തിന് തിരിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. ദൈവപുത്രൻ എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അത് യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സുവിശേഷങ്ങൾ പറയുന്നു, കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. അപ്പൊ ഈ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ദാവീദിന്റെ പുത്രൻ, അബ്രഹാമിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വളരെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. വെറുതെ അങ്ങനെ എഴുതി വിട്ടിരിക്കുകയല്ല. അപ്പൊ യേശുക്രിസ്തു പുത്രൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചാൽ അവിടെ ഒത്തിരി തകരാറുകൾ, സാത്താന് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ ദൈവവചനത്തെ വളരെയധികം കോട്ടിക്കളയുന്ന, ദൈവവചനത്തെ തിരസ്കരിക്കുന്ന ഒരു മനോഭാവമാണ് അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ വാസ്തവത്തില് യെശയ്യാപ്രവചനം 9:6 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നാണ്. അപ്പൊ അവിടെ പറയുന്നത് അവൻ പുത്രനാണ്, അവൻ തന്നെയാണ് നിത്യപിതാവ് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. പിന്നെയുള്ള തകരാർ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ പുത്രത്വം എന്ന് പറയുന്നത് അത് പ്രത്യേക ലക്ഷ്യത്തോടെ, പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു തന്നെ പറയുക, I said therefore unto you that you shall die in your sins, for if you believe not that I am he, ഞാൻ അവനാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ you shall die in your sin, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ്. ഞാൻ അവനാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഹല്ലേലൂയ. ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രവചന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കാം. യെശയ്യാ 52:6 ഒന്ന് ശ്രദ്ധിച്ചാലും. പലപ്പോഴും ഞങ്ങൾ ഈ വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കാറുള്ളതാണ്, എന്നാൽ ഒന്നുകൂടെ അത് വായിക്കുകയാണ്. Therefore my people shall know my name. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. യഹോവ പറയുക, എന്റെ ജനം എന്റെ നാമത്തെ അറിയും. Therefore they shall know in that day that I am he,
ഞാൻ അവനാകുന്നുവെന്ന് അന്നാളിൽ എന്റെ ജനം അറിയും. ഞാനാണ് അവൻ, ഞാൻ അവനാകുന്നുവെന്ന് അന്നാളിൽ എന്റെ ജനം അറിയും. പ്രവാചകൻ പറയുക, യേശുക്രിസ്തുവാണ് യഹോവ എന്ന് അന്ന് എന്റെ ജനം അറിയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ള, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു കൂട്ടം ജനം യഹോവ തന്നെയാണ് യേശു എന്ന് അറിയും എന്നാണ് അതിന്റെ അർത്ഥം. ഇതേ വാക്യത്തിന്റെ ഒരു ഇണവാക്യമായിട്ട് നമ്മൾ വായിക്കേണ്ട വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. I said, therefore unto you, that you shall die in your sins. For if you believe not that I am he, ഞാൻ അവനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, you shall die in your sins, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശുക്രിസ്തു കേവലം പുത്രൻ മാത്രമാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ പാപികളാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്റെ വചനമല്ല കേട്ടോ, ഞാൻ പ്രിന്റ് ചെയ്തതുമല്ല. ഞാൻ ദൈവവചനത്തെ പൂർണ്ണമായിട്ട്, ഞാനും അതുപോലെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ദൈവവചനത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. യേശു പുത്രനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുത്രനാണെന്ന് വിശ്വസിക്കുന്നു. യേശു മനുഷ്യപുത്രൻ എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ അവൻ സകലത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോഴും അതും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ പുത്രനാണെന്ന് പറയുമ്പോൾ തന്നെ അവൻ നിത്യപിതാവാണെന്ന് പ്രവാചകന്മാർ വിളിച്ചു പറയുമ്പോഴും അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണെന്ന് തീത്തോസ് 2:12 വായിക്കുന്ന പ്രകാരം അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെല്ലാമാണ്. അതുകൊണ്ട് ഇതെല്ലാം പല വ്യക്തികളാണെന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയുടെ വെളിപ്പാടുകൾ, ഒരു വ്യക്തിയുടെ പ്രത്യേക പദ്ധതികൾ, ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തെല്ലാം പദ്ധതികൾ തന്നിലൂടെ നിറവേറ്റപ്പെടണമോ അതിന് അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ അവിടെ കൊടുത്തിരിക്കുക. പുത്രൻ എന്ന് പറഞ്ഞാൽ ജഡത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ജഡപ്രകാരം അവൻ ദാവീദിന്റെ സന്തതി, ആത്മപ്രകാരം അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിച്ചിരിക്കുന്നു. അവൻ ജഡപ്രകാരം അവൻ ദാവീദിന്റെ പുത്രനാണ്. ജഡപ്രകാരം ദാവീദിന്റെ പുത്രനായിരിക്കുന്നത് ആരാണ്? ഈ പുത്രൻ ആയിട്ട് ഒരു ശരീരം എടുത്തു വന്നത്. താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കി. യഹോവയായ ദൈവം ആത്മാവാണ്, ദൈവാത്മാവാണ്. ആത്മാവായ ദൈവം ഈ ലോകത്തിലേക്ക് വരുവാൻ താൻ ഒരു ശരീരം ഒരുക്കി. എന്തിനു വേണ്ടിയാ ശരീരം ഒരുക്കിയത്? അതിന് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിൾ മറുപടി പറയുന്നുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. കാരണം ജഡം ആവശ്യമാണ്, രക്തവും ആവശ്യമാണ് ഇവിടെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു വന്നു. ഏത് ജഡത്തിൽ? ദൈവം തനിക്കായി ഒരുക്കിയ ആ ജഡത്തിൽ, ദൈവം തനിക്കായി സ്വീകരിച്ച ആ ജഡത്തിൽ അവൻ കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവനൊരു ജഡം ആവശ്യമാണ്. രക്തമാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അത്യാവശ്യമായിരിക്കുന്നത്. രക്തം എന്ന് പറയുമ്പോൾ ജഡം അത്യാവശ്യമെന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാം. അതുകൊണ്ടാണ് അവൻ ജഡരക്തത്തോടു കൂടിയവനായി വന്നു. ആര്? ജഡവും രക്തവും ഇല്ലാതെ, അല്ലെങ്കിൽ ആത്മാവായ ദൈവം. അതുകൊണ്ട് തീമോഥെയോസ് 3:16 വായിക്കുമ്പോൾ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഏത് ദൈവം? അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കേണ്ട. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം 1, 2, 3 ഒന്നും ഇല്ല. ദൈവം ഒരു ദൈവം മാത്രമാണ്. ദൈവം ഒരുത്തൻ മാത്രം. ആ ഒരുത്തൻ മാത്രമായിരിക്കുന്ന ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ജഡപ്രകാരവും പുത്രനാണ്. ഹല്ലേലൂയ. എന്തൊരു ജഡം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ
മനുഷ്യന്റെ സകല ജഡവും പാപികളാണ്. പാപികളായിരിക്കുന്ന മനുഷ്യന് രക്ഷിക്കുവാൻ ഇവിടെ പാവമില്ലാത്ത രക്തം ചൊരിയണം. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ ദയസില്ലാത്തവരായി തീർന്നു. സകലരും വഷളന്മാരായി തീർന്നു. സകലർക്കും ആദം നിമിത്തം ഹവ്വ നിമിത്തം അതിന്റെ പിന്തുടർച്ച ഉള്ള തലമുറ മുഴുവൻ പാപികളാണ്. ഒരു പാപിക്ക് പാപിയുടെ രക്തം ഒരിക്കലും പാവപരിഹാരത്തിന് പര്യാപ്തമല്ല. അതുകൊണ്ട് ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുൻപേ പഴയ നിയമകാലത്തൊരു പദ്ധതി ഒരുക്കി. അത് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്തിലൂടെ അവർക്ക് 1 വർഷത്തേക്ക് പാവങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു പദ്ധതി ദൈവം തയ്യാറാക്കി. കാലസമ്പൂർണതയും സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ കടന്നു വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള രക്ഷ നമുക്ക് പ്രദാനം ചെയ്തു. മറ്റൊരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ രക്ഷയ്ക്ക് ഒരു ജഡം ആവശ്യമാണ്, രക്ഷയ്ക്ക് രക്തം ആവശ്യമാണ്, രക്ഷയ്ക്ക് ശ്രേഷ്ഠമായ ഒരു നാമം ആവശ്യമാണ്. പാപമോചനത്തിനൊരു എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കെന്ന് പറയുമ്പോൾ പാപമോചനത്തിന് ജഡം ആവശ്യമാ, പാപമോചനത്തിന് രക്തം ആവശ്യമാ, പാപമോചനത്തിനൊരു നാമവും ആവശ്യമാണ്. അവന്റെ നാമത്തിൽ പാവമോചനവും മാനസാന്തരവും യെരൂശലേമിൽ തുടങ്ങി പ്രസംഗിക്കപ്പെടണമെന്നാണ് കർത്താവായ യേശു പറഞ്ഞു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന അവസരത്തിൽ അവിടെയും കാണുവാൻ കഴിയുന്നത് പൗലോസ്ലീഹയുടെ സ്നാനത്തിന്റെ സമയത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. കണ്ടോ എത്ര വ്യക്തമായിട്ടാ യേശുവിന്റെ നാമത്തിന്റെയും യേശുവിന്റെ ശരീരത്തിന്റെയും യേശുവിന്റെ രക്തത്തിന്റെയും ഇതൊക്കെ ആര് സ്വീകരിച്ചതാണ്? സർവശക്തനായ ആത്മാവായ ദൈവം. ദൈവത്തിന് ജഡമില്ല, ദൈവത്തിന് രക്തമില്ല. ഈ ലോകത്തിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ അവൻ ജഡം സ്വീകരിച്ചു, അവൻ രക്തം സ്വീകരിച്ചു, അവൻ ശ്രേഷ്ഠമേറിയ ഒരു നാമവും സ്വീകരിച്ചു. അതുകൊണ്ടാണ് യേശുവിന്റെ നമുക്കറിയാം, പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പൊ യേശു ആരാണ്? ദൈവം നമ്മോടുകൂടെ. എങ്ങനെ? നമ്മെ പോലെ നമ്മോടുകൂടെ വസിക്കുവാൻ ഒരു ജഡവും രക്തവും സ്വീകരിച്ചവനായവൻ കടന്നു വന്നു. അപ്പോൾ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് എന്താ? മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുമ്പോൾ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ, തന്റെ ജനത്തെ, ആരുടെ ജനത്തെ? ജനമാരുടെയാ? ദൈവത്തിന്റെയാ. ദൈവമാണ് അതിനെ സൃഷ്ടിച്ചത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്നുള്ള നാമം പാപങ്ങളെ രക്ഷിക്കുവാൻ പര്യാപ്തമായ നാമമാണ്. ആ നാമത്തിലാണ് രക്ഷ. ആ നാമത്തിൽ രക്ഷിക്കപ്പെടുവാൻ അതാ പറഞ്ഞു, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് യെരൂശലേമിൽ തുടങ്ങി. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2:32 നമ്മൾ വായിക്കുമ്പോൾ പത്രോസിലാണ് താക്കോൽ കിട്ടിയത്. പത്രോസ് അവിടെ താക്കോൽ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നറിയിക്കണം, നാമം ശ്രേഷ്ഠമേറിയതാണ്, രക്തം അതിശ്രേഷ്ഠമേറിയതാണ്, ശരീരം അല്ലെങ്കിൽ ജഡം അതിശ്രേഷ്ഠമേറിയതാണ്. ഈ ജഡത്തിനാണ് പുത്രൻ എന്ന് പറയുന്നത്. ആ പുത്രൻ കേവലം പുത്രൻ മാത്രമല്ല, നമുക്ക് വേണ്ടി ചാകാൻ വേണ്ടി വന്ന പുത്രൻ മാത്രമല്ല. ഹല്ലേലൂയ. അവൻ ആരാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സാത്താൻ അതിനെതിരാണ്. കാരണം ഇന്നും മനുഷ്യൻ പാപത്തിൽ കിടക്കണം. കാരണം ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു യഹോവ എന്ന് വിശ്വസിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിലാണ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 8:24 നമ്മൾ വായിച്ചത്. ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ അറിയും, അന്നാളിൽ അറിയും. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കോ, പക്ഷെ ഞാൻ തന്നെയാണ് അവൻ. നമ്മളവിടെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ, അവൻ ഇത് പിതാവിനെ കുറിച്ച് പറഞ്ഞു വന്ന.
ഹല്ലേലൂയ. നമുക്ക് അനവധി വാക്യങ്ങളുണ്ട്. യേശു ക്രിസ്തു തന്നെ പിതാവെന്നും യേശു ക്രിസ്തു തന്നെ ദൈവമെന്നും യേശു ക്രിസ്തു തന്നെ രക്ഷകനെന്നും. കാരണം യഹോവ രക്ഷകനായി വരുമെന്ന. യഹോവയാരാ? ദൈവം. പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ട സർവശക്തനായ ദൈവത്തിന്റെ പേരാണ് യഹോവ എന്നും. അതിക്കാലത്ത് അവന്റെ നാമത്തിനൊരു മാറ്റം വന്നു. അത് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് ബൈബിൾ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തെ കാണുവാൻ കഴിയും. യെശയ്യാവ് 16:5 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെയും ദാവീദിന്റെ കൂടാരം എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ ഈ കൂടാരത്തിൽ ഒരു പെട്ടകം ഉണ്ടായിരുന്നു. ആ പെട്ടകത്തിന്റെ മുകളിൽ ഒരു കൃപാസനം. കൃപാസനത്തിന്റെ നടുവിൽ യഹോവ വസിച്ചു, അവരോട് സംസാരിച്ചു എന്നാണ്. അതിന്റെ നടുവിലാണ് യഹോവയുടെ സാന്നിധ്യമുള്ളത്. യഹോവ ആത്മാവായ ദൈവമാണ്. അപ്പോൾ ഈ പെട്ടകം ഇവര് എവിടെ പോകുന്നുവോ അവിടെ അവർക്ക് വിജയമുണ്ടായിരുന്നു. യുദ്ധത്തിന് ഈ പെട്ടകം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ വിജയമുണ്ടായിരുന്നു. ഈ പെട്ടകവുമായിട്ട് യോർദാനിൽ അവർ കാല് വെച്ചപ്പോൾ യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. അവിടെയും അവർക്ക് വിജയമാണ്. ഈ പെട്ടകത്തെ നോക്കിക്കൊണ്ട് പഴയ നിയമ വിശ്വാസികൾ അല്ലെങ്കിൽ പഴയ നിയമ പുരോഹിതന്മാർ യഹോവയെ എന്ന് വിളിച്ചിരുന്നു. യഹോവയെ നീ എഴുന്നേൽക്കണമെന്ന് പറയും. യഹോവ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പൊ യഹോവയെ എഴുന്നേൽക്കണമെന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന ആ പെട്ടകത്തെ നോക്കിക്കൊണ്ടാണ്. അപ്പോ പഴയ നിയമകാലത്ത് യഹോവയായ ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുത്ത ആ നിയമ പെട്ടകമുണ്ടല്ലോ, ആ പെട്ടകമില്ലേ, അത് തന്നെയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. പുതിയ നിയമകാലത്ത് യഹോവയെ എന്ന് വിളിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരേ ഒരു പെട്ടകമാണ്, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യഹോവേ എന്ന് വിളിക്കുന്നത് ഒരിക്കലും അബദ്ധമല്ല. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം വസിക്കുവാൻ പഴയ നിയമകാലത്ത് ഒരു പെട്ടകം തിരഞ്ഞെടുത്തുവെങ്കിൽ, ആ പെട്ടകത്തിന്റെ അതിന്റെ കൃപാസനത്തിന്റെ നടുവിൽ അവൻ വസിച്ചുവെങ്കിൽ, പുതിയ നിയമത്തിൽ അതേ യഹോവയായ ദൈവം വസിക്കുവാൻ തനിക്കായി ഒരുക്കിയ ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം കേവലം പുത്രനെങ്കിലും അതിന്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവുള്ളവൻ യഹോവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ നോക്കിക്കൊണ്ട് യഹോവേ, എന്റെ ദൈവമേ, എന്റെ പിതാവേ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ എല്ലാ കാലവും നിങ്ങളോട് കൂടെ ഉണ്ട്. അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഭാഷാന്തരം, ഞാൻ നിങ്ങളെ അപ്പനില്ലാത്തവനായിട്ട് വിടുകയെന്ന, ഞാൻ നിങ്ങളുടെ അപ്പനായിട്ടുണ്ടെന്നാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ്, വേറെ പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ല എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പുത്രനോട് ചോദിച്ചാൽ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറഞ്ഞ അതേ യേശു തന്നെ പിന്നെ പറയുകയാണ്, എന്താ? പിതാവിനെ ഞാൻ വെളിപ്പെടുത്തുന്ന ഒരു സമയം വരും, അന്നു നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യോഹന്നാൻ 16:25 മുതലൊന്ന് വായിച്ചു, അവിടെ കാണാം. ഹല്ലേലൂയ. ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഏത് സദൃശ്യമായി? പിതാവിനെ സംബന്ധിച്ച് സദൃശ്യമായി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അന്നാണ് പറഞ്ഞിരിക്കുന്നത് സദൃശ്യമായി പിതാവിനെ കുറിച്ച് പറയുമ്പോൾ പിതാവ് വേറൊരുത്തൻ എന്നുള്ള നിലയിൽ താൻ അവിടെ സംസാരിച്ചു. ഒടുവിൽ പറയുകയാണ്, ഞാൻ പിതാവിനെ വെളിപ്പെടുത്തുന്ന നാഴിക വരുന്നു, അന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവിനോട് ചോദിക്കുമെന്ന് പറയുന്നില്ല. വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചോണം, ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഗ്രഹിച്ചോണം. യേശു ക്രിസ്തു മഹാദൈവവും രക്ഷകനുമെന്ന് തന്റെ ഇടത്തോടെ പറയുവാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ഏകദൈവ വിശ്വാസികൾക്കുണ്ട്. ഹല്ലേലൂയ. യഹോവ സാക്ഷിയും തന്റെ പിന്തുടർച്ചയും ഏകദൈവ വിശ്വാസികളെ അല്ല. അവർ യഹോവ യഹോവ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും യേശു യഹോവയെ രണ്ടാക്കി ചിത്രീകരിക്കുന്നവര് ഒരിക്കലും ഏകദൈവ വിശ്വാസികളല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ. യേശു ക്രിസ്തുവിന്റെ നാമക്കാരെ തല്ലി തകർത്ത കൊലവിളി നടത്തിക്കൊണ്ടൊരു പാർട്ടി പോയി. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ ശൗൽ എന്ന് പറയുന്നത് ആ വ്യക്തി എല്ലാവർക്കും അറിയാം. അവന്റെ നാമത്തിലുള്ളവരെ തകർത്ത് കളയാൻ വേണ്ടി അധികാരപത്രം കൊടുക്കാനും ആളുണ്ട്. അങ്ങനെ അധികാരപത്രം
പള്ളിപ്രമാണികളുടെയും അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ഈ ശൗല് പ്രയാണം ചെയ്തു. ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോ ഒരു വലിയ പ്രകാശം മിന്നി തുടങ്ങി. ഞാനൊന്ന് വായിക്കാം പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും. നമ്മൾ പഠിക്കേണ്ട വിധത്തിൽ കാര്യങ്ങൾ പഠിച്ചു പോകണം. തൃത്വം കയറി അത് തൃത്വക്കാരല്ലെന്ന് പറയുന്ന യഹോവ മാത്രം ദൈവം എന്ന് പറയുന്ന തൃത്വക്കാരും, അത് തൃത്വമല്ല, അവര് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന പാർട്ടികൾ. ഇതെല്ലാം ഒന്ന് തന്നെയാ. പിശാചിന്റെ രണ്ട് ചിറകുകളാ. പിശാചിന്റെ രണ്ട് ചിറകുകൾ, തൃത്വവും മറ്റേ രണ്ടുപേരുണ്ടെന്ന് പറയുന്നതും. അപ്പോസ്തല പ്രവൃത്തി ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ചാലും പ്രിയ സ്നേഹിതരെ. 9-ാം അധ്യായം വായിക്കുന്നു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും. കർത്താവിന്റെ ശിഷ്യന്മാരാരാ? യേശു ക്രിസ്തുവിന്റെ നാമക്കാരായിരുന്നു. യേശു ക്രിസ്തു അവന്റെ നാമത്തിൽ അശേഷം വെണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് അവർ വലിയ വെല്ലുവിളി നടത്തി തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്ചയിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി. എന്തിന്? യേശു നാമക്കാരെ പിടിച്ചുകെട്ടാൻ. യേശു നാമത്തിൽ ഉപദേശിക്കുന്ന വ്യക്തികൾ, അവരെ പിടിച്ചു കിട്ടാൻ വേണ്ടി ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അവിടെ വളരെ അർത്ഥവത്തായിട്ടുള്ള തിരുവചന ഭാഗമാണ്. ന്യായപ്രമാണത്തെക്കുറിച്ചും ദൈവത്തിന്റെ വെളിപ്പാടിനെ കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന ശൗലിന് കാര്യം പിടികിട്ടി. അല്ലെങ്കിൽ നീ ആരാന്ന് ചോദിക്കേണ്ടതാ. ഇവിടെ ചോദിച്ച നീ ആരാകുന്നു കർത്താവേന്ന്. നീ ആരാ എന്നോട് ചോദിക്കാൻ, എന്നോട് വെല്ലുവിളിക്കുവാൻ? ഞാൻ പരീശനാണ്, ഞാൻ ദൈവത്തിന്റെ ഭക്തനാണ് എന്നൊക്കെ വീരവാദം മുടക്കേണ്ട ശൗലവിടെ വളരെ വളരെ പക്വതയോടെ ചോദിക്കുന്ന ചോദ്യം നീ ആരാകുന്നു കർത്താവേന്ന. അത് അങ്ങനെ ചോദിക്കാൻ കാരണം ഒരു വലിയ പ്രകാശവും, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? തനിക്ക് മനസ്സിലായി തന്നോട് ഇടപെട്ടത്, തന്റെ വഴിമധ്യേ തന്റെ പ്രയാണത്തെ തടഞ്ഞത്, തന്റെ പ്രവൃത്തിയെ തടഞ്ഞത് കർത്താവാണെന്ന് മനസ്സിലായി. ബോധമുണ്ടോ? ചിന്തിക്കാൻ പറ്റുമോ? കർത്താവാണെന്ന് മനസ്സിലാക്കി താൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഒരു ന്യായപ്രമാണത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി, ഒരു വലിയ പണ്ഡിതൻ, നമുക്കറിയാം ഗമാലിയലിന്റെ കാൽക്കീഴിരുന്ന് പഠിച്ച, ന്യായപ്രമാണത്തെ കുറിച്ച് നന്നായിട്ട് പഠിച്ച ഒരു പണ്ഡിതൻ കർത്താവെ എന്ന് വിളിക്കണമെങ്കിൽ ആരെ വിളിക്കുള്ളൂ? യഹോവയെ മാത്രമേ വിളിക്കുള്ളൂ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും താൻ കർത്താവെ എന്ന് യഹോവയാ വിളിച്ചത്. ഞാൻ അതിന്റെ ഇംഗ്ലീഷും കൂടെ ഒരല്പം വായിക്കാം. എനിക്ക് ഇംഗ്ലീഷ് വളരെ ഇംഗ്ലീഷിൽ വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ വായിച്ചാൽ കുറച്ച് മനസ്സിലാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കി ഞാൻ സത്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാറുണ്ട്. അതിനെ എന്നെ സന്തോഷിപ്പിച്ച വാക്യമാണ് ഇതിന്റെ ഇവിടെ ഞാനിപ്പോ വായിക്കാൻ പോകുന്നു. അവിടെ കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കാം. And he fell to the earth and heard a voice saying unto him,
സോൾ സോൾ വൈ persecute thou me? And he said, who are you, Lord? നീ ആരാകുന്നു കർത്താവേ? And the Lord said, I am Jesus. നമുക്കറിയാം, ആ വലിയ പ്രകാശം മിന്നിത്തിളങ്ങിയപ്പോൾ നീ ആരുടാന്ന് ചോദിച്ചില്ല. ഇത് കർത്താവിന്റെ ഇടപെടലാണല്ലേ, യഹോവയുടെ ഇടപെടലാണെന്ന് ആർക്ക് മനസ്സിലായി? ന്യായപ്രമാണത്തെ കുറിച്ച് നന്നായിട്ട് ഗ്രഹിക്കുവാൻ കഴിവുള്ള ഈ ശൗലിന് മനസ്സിലായി. കർത്താവ് ഇടപെട്ടതാ. നീ ആരാകുന്നു കർത്താവേ? ഹു ആർ യു ലോർഡ്? നീ ആരാകുന്നു യാവേ? നീ ആരാകുന്നു യഹോവേ? യഹോവ സെഡ്, ലോർഡ് സെഡ്, ഐ ആം ജീസസ്. യഹോവ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. യഹോവയും യേശു ക്രിസ്തുവും ഒന്നല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട്, പിശാചിന്റെ പ്രേരണയാൽ ഇന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന മാന്യന്മാര് ആയിട്ടുള്ള സ്നേഹിതർ ഇതൊന്ന് ഗ്രഹിച്ചാൽ വളരെ നന്നായിരിക്കും. ഹു ആർ യു ലോർഡ്? നീ ആരാകുന്നു യഹോവേ? യാവേ, യഹോവേ നീ ആരാകുന്നു? യാവേ സെഡ്, യഹോവ സെഡ്, ഐ ആം ജീസസ്. യഹോവ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. അത്രയും പോരെ? യഹോവ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. താൻ ലോർഡ് എന്ന് വിളിച്ചത് യഹോവയെ തന്നെയാ. ആ പറഞ്ഞ യഹോവ തന്നെയാണ് പറഞ്ഞത്, ഞാൻ യേശുവാകുന്നു. നിഷേധിക്കാൻ പറ്റുമോ? ബൈബിൾ വ്യക്തമായിട്ട് അവിടെ എഴുതുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ പ്രകാശവും ഈ വിളിയും കേട്ടപ്പോൾ താൻ ലോർഡ്, ഹു ആർ യു ലോർഡ് എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താ? അതിന് കാരണമുണ്ട്. പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷമാകുമ്പോൾ ആത്മാവായ യഹോവയായ ദൈവം ഒരുവനോട് ഇടപെടുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ പല നിലകളിൽ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ മേഘം ചിലപ്പോൾ കാണാം, വലിയ പ്രകാശം കാണാം. മോശയുടെ അടുക്കൽ ചെന്നപ്പോൾ മുൾപ്പടർപ്പ് വെന്തുപോകാതെ ഒരു അഗ്നിയാലയാണ് അവിടെ കണ്ടത്. ഇങ്ങനെയുള്ള ചരിത്രം, പഴയ നിയമ ചരിത്രം വ്യക്തമായി അറിയാവുന്ന ശൗലിന് മറ്റൊരു കാര്യം കൂടെ തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം വിളിക്കുമ്പോൾ രണ്ടു വട്ടം നമ്മൾ കേൾക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, യഹോവ ഒരു വട്ടം അരുളി ചെയ്തു, നാം രണ്ടു വട്ടം കേട്ടിരിക്കുന്നു. അത് ശമൂവേലി ശമൂവേലി വിളി കേട്ടപ്പോള് ഒരുപക്ഷെ ഏലി പുരോഹിതനായിരിക്കുമെന്ന് ചിന്തിച്ച് തെറ്റിദ്ധരിച്ച് ശമൂവേൽ അവിടേക്ക് ചെന്നു. രണ്ടു പ്രാവശ്യമായപ്പോൾ ശമൂവേലിന് അവിടെ ഏലി പുരോഹിതന് കാര്യം മനസ്സിലായി. ഇനി നിന്നെ വിളിച്ചാൽ അടിയനിതാ കർത്താവെ അരുളി ചെയ്യണമേ, അടിയനിതാ അരുളി ചെയ്യണമേ എന്ന് പറയണം. തനിക്ക് മനസ്സിലായി, പഴയ നിയമത്തിൽ യഹോവ ലോർഡ് കർത്താവ് വിളിക്കുമ്പോൾ രണ്ട് ശബ്ദം കേൾക്കും. മോശെ മോശെ, അബ്രഹാമേ അബ്രഹാമേ, ശമൂവേലേ ശമൂവേലേ, ശൗലേ ശൗലേ. ഈ വിളിയും ആ പ്രകാശവും തന്നെ വ്യക്തമാക്കി കൊടുത്തു കർത്താവിന്റെ ഇടപെടലാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചോദിച്ചതെന്താ? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാ ചോദിച്ചു. എടാ, കർത്താവിനെ താൻ ഉപദ്രവിച്ചില്ലല്ലോ, യേശുവിന്റെ നാമക്കാരെയല്ലേ ഉപദ്രവിച്ചത്. എന്റെ സ്നേഹിത, യേശുവിന്റെ നാമക്കാരെ ഉപദ്രവിച്ചാൽ അത് കർത്താവിനെയാണ് ഉപദ്രവിക്കുന്നത്. യേശുവിന്റെ ശിഷ്യനെ ഉപദ്രവിച്ചാൽ അത് കർത്താവിനെ ഉപദ്രവിക്കുന്നത്. ഈ എളിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു, അവർക്ക് ചെയ്യാതിരുന്നതെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത്. കർത്താവിന്റെ വചനമാണ്. അപ്പൊ ദൈവമക്കളെ ഉപദ്രവിച്ചാൽ അത് കർത്താവിനെയാ. അതൊന്നും ലോകർക്ക് അറിയത്തില്ലാത്ത പോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം. ഹല്ലേലൂയ. അപ്പോൾ ഈ വിളിയുടെ ശബ്ദം, അതിന്റെ മുഴക്കം, ആ ശബ്ദത്തിന്റെ ധ്വനി, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ രീതി നോക്കിയപ്പോൾ പഴയ നിയമത്തിൽ യഹോവ വിളിച്ച, അല്ലെങ്കിൽ യഹോവയുടെ സന്ദർശനം വെളിപ്പെടുന്ന, യഹോവയുടെ സന്ദർശനം വ്യക്തമാക്കി തരുന്ന ഒരു സൂചനയാണെന്ന് ആർക്ക് മനസ്സിലായി? ശൗലിന് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ചോദിച്ചു, ശൗല് ചോദിച്ചു, ഹു ആർ യു ലോർഡ്? നീ ആരാകുന്നു യഹോവേ?
ലോർഡ് സെഡ്, ദ ലോർഡ് സെഡ്, ഐ ആം ജീസസ്. യഹോവ പറഞ്ഞു, ഞാൻ യേശുവാകും. അപ്പൊ എന്റെ പൊന്നു സ്നേഹിതരെ, അവസാനമായി എനിക്ക് പറയാനുള്ളത്, യേശുവിനെ പുത്രനായിട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പാപിയായി ജീവിച്ച് നിത്യ നരകത്തിൽ പോകാതെ യേശു ക്രിസ്തു തന്നെയാണ് യഹോവയെന്ന് വിശ്വസിച്ച് നിത്യ രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വചനമനുസരിക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയണം. യേശുവാണ് യഹോവ എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുന്നവനാ അങ്ങനെ മാനസാന്തരപ്പെട്ടവനാണ്. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ പറയുമ്പോഴാണ് രക്ഷ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം പറയേണ്ടതായിട്ട് വരും. സകല മുഴങ്കാലും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന്, യേശു ക്രിസ്തു തന്നെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയേണ്ടി വരും. അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റുപറച്ചിലല്ല. അത് പറഞ്ഞിട്ടേ നിന്നെ വിടുകയുള്ളൂ. യേശു യഹോവയല്ലെന്ന് പഠിപ്പിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. യേശു തന്നെ യഹോവയെന്ന് നിന്റെ നാവുകൊണ്ട് ഒരു ദിവസം നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നിന്നെ പറഞ്ഞു വിടുകയുള്ളൂ. അത് നീ നരകത്തിൽ പോയാലും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തു തന്നെ യഹോവയെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യഹോവ ആയ ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് എന്നെ രക്ഷിക്കുവാൻ രക്തവും ജഡവും സ്വീകരിച്ചു വന്നവനാണെന്ന് വിശ്വസിച്ച് ഇപ്പോൾ നീ ആ തീരുമാനമെടുത്ത് യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശുവിനെ യഹോവ എന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് നീ സ്വീകരിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടാം, നിനക്ക് ദൈവരാജ്യത്തിൽ പോകാം. കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.